പൂച്ചയും പാറ്റയുമൊക്കെ കിടന്ന വീടിന് മുന്നിൽ നിന്ന് കരുണാകരനും കുടുംബവും ഇപ്പോൾ ഫിലോക്കാലിയയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം വെണ്ണിയൂർ വെങ്ങാനൂരിലെ ആ വലിയ ഒരു ഇമ്പാക്റ്റിൽ വലിയ സന്തോഷത്തിലാണ് ഫോക്കസ് ന്യൂസ് ടി വി. കഴിഞ്ഞ വർഷം ഫോക്കസ് ന്യൂസ് ടി വി പബ്ലിഷ് ചെയ്ത ഒരു വാർത്തയിൽ 36-കാരനായ ഒരു യുവാവ് ശരീരം മുഴുവനും അവശനായി വൃദ്ധമാതാവിനും പിതാവിനോടുമൊപ്പം ഒരു ചെറിയൊരു ഷെഡിൽ താമസിക്കുന്ന വാർത്ത നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് കണ്ടുകൊണ്ട് ഇവർക്കൊരു വീട് വച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യവുമായി മുന്നോട്ട് വരികയായിരുന്നു ഫിലോക്കാലിയ ഗ്രൂപ്പ്. അങ്ങനെ ഒരു വർഷം നീണ്ട പ്രോസസ്സിനൊടുവിൽ അവർ നൽകിയൊരു വാഗ്ദാനം അതിന്ന് പാലിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഇവരെയൊക്കെ അഭിനന്ദിച്ച് മതിയാകുന്നില്ല, വീണ്ടും അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ആ രണ്ട് മാതാപിതാക്കളും മകനുമാണ്. അച്ഛാ, കരുണാകരൻ എന്ന പേര് ഒരു പക്ഷേ ഫോക്കസിന്റെ പ്രേക്ഷകർക്ക് പരിചിതമായിരിക്കും, നമ്മൾ തമ്പിലൊക്കെ കൊടുത്ത്. സന്തോഷമായി. എന്ത് തോന്നുന്നു ഈ രണ്ട് മഹത് വ്യക്തികളോട് എന്താണ് പറയാനുള്ളത്? അവരെ ഒരാപത്തും ഉണ്ടാവാതെ അവര് എന്നും കിടക്കണം, എന്നും ഇതേപോലെ കണ്ണുനീര് വരുന്നുണ്ട്. എന്നെ പോലെ മറ്റു പാവങ്ങളെയും സഹായിക്കണം. ഇത് തന്നെയാണ്, ഈ ഒരു കണ്ണുനീരാണ് അനുഗ്രഹമായി തലയിൽ വീഴുന്നത്. തീർച്ചയായും എനിക്ക് ഇതിനകത്ത് ഇപ്പത്ത് വേറെ ഒന്നും വേണ്ട. അതായത് എന്നും അനുഗ്രഹത്തോടെ ഇവർ ഇരിക്കണം എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, അതൊരു പിതൃ അനുഗ്രഹമാണ്. അത് മനസ്സോടെ സ്വീകരിച്ചിരിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും, കേട്ടോ. ഒരു വർഷത്തിന് ശേഷം പറഞ്ഞ വാഗ്ദാനം അതുപോലെ പൂർത്തീകരിച്ച് ഒരു കുടുംബത്തെ മുഴുവൻ ഒരു പുതിയ വീടിന്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ഒത്തിരി സന്തോഷമാണ്, നിരവധി. ബിക്കോസ് ഈ തലനരച്ചവരുടെ അനുഗ്രഹത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഒരു ആപത്തും ഒരു അപകടവും കൂടാതെ ഒരുപാട് വർഷങ്ങൾ ആയിരിക്കട്ടെ എന്നുള്ളതാണ്. അതിലും വലിയ എന്താ ഉള്ളത്? അത് കണ്ണുനീരോടെ അതിലും വലിയൊരു അനുഗ്രഹം എന്താ നമുക്ക് കിട്ടാനുള്ള? അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത്. അതെ, ഇപ്പോൾ ഇതിന്റെ ഒരു നാൾ വഴികൾ ഒന്ന് പറയാമോ? ഈ ഒരു വാർത്ത കാണുന്നത്, അതിനുശേഷം അങ്ങയുടെ ഒരു ഇടപെടൽ. ഞങ്ങളുടെ ടീമിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു എനിക്ക് ഈ വീഡിയോ ആദ്യം അയച്ചു തന്നപ്പം ഞാൻ ഫോക്കസ് ന്യൂസ് കോൺടാക്ട് ചെയ്തിട്ട് ഇവരുടെ നമ്പർ കളക്ട് ചെയ്യാൻ പറഞ്ഞ് നമ്പർ കളക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്തു. വന്നു കഴിഞ്ഞപ്പം ഈ ലാൻഡിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇവർക്ക്. അതായത് ഇവർക്ക് വാഹനം വരാവുന്ന സ്ഥലം മോളുടെ പേരിൽ എന്തോ ആയിരുന്നു, പിന്നെ ഈ വാഹനം വരാത്ത സ്ഥലമായിരുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹമായിരുന്നു ഇവർക്ക് എന്തെങ്കിലും വന്നാൽ, ഈ മോനൊക്കെ തളർന്ന് കിടക്കുമ്പോൾ ഒരു അയ്യോന്ന് വിളിച്ചു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാൻ ആളില്ല, അപ്പം മുറ്റത്ത് വാഹനം എത്തണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ഇച്ചിരി ഡിലേ ആയിപ്പോയി പേപ്പർ വർക്കുകൾക്ക്. അല്ലായിരുന്നെങ്കിൽ ഒരു 6 മാസം മുമ്പ് ഇവർക്ക് വീട്ടിൽ താമസിക്കാമായിരുന്നു. ഇതൊരു സത്യം പറഞ്ഞാൽ ഇതൊരു ചെറിയ കാലയളവ് തന്നെയാണ്, അങ്ങനെ വലിയൊരു കാലയളവല്ല. ഫിലോക്കാലിയ 3 months 4 months കൊണ്ട് ഒരാളെ വാക്കെടുത്ത് നമ്മൾ വാഗ്ദാനം ഏറ്റെടുത്തു, നമ്മൾ തറക്കല്ലിട്ട് കഴിഞ്ഞാൽ 3 months തീർക്കാറാ പതിവ് എല്ലാവിടെയും. ഇതൊരിച്ചിരി ഡിലേ ആയൊരു കേസാണ്. അത് പേപ്പർ വർക്ക് കൊണ്ടാണ്, അല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഡിലേ അല്ല. അതിനുശേഷം ഇന്ന് പൂർത്തീകരണം എത്തി, ഇവരെല്ലാം കണ്ട. അതിലെന്നെ സ്വാധീനിച്ചൊരു കാര്യം, ഞാനിവിടെ തറക്കല്ലിടാൻ വന്നപ്പോൾ ഇവർ ഈ കരുണാകരൻ ചേട്ടൻ്റെ ഭാര്യയാണ് ഈ നിൽക്കുന്നത്. അവരിച്ചിരി മാനസിക വൈകല്യമുള്ളതുകൊണ്ട് എന്നെ കണ്ട ഉടനെ ഓടിക്കുകയാണ്. ഞാൻ എന്തിനു മറിച്ചാൽ മതി. അപ്പം എനിക്ക് പേടിയായി, ഇനി എങ്ങനെ കല്ല് വീശിയിരുന്ന് എൻ്റെ തലയൊക്കെ പൊട്ടിയാലോ എന്ന് ഓർത്ത് ഞാൻ മാറിയെന്നാണ്. ആ അമ്മ ഇന്ന് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്നേഹത്തോടെ സ്വീകരിച്ചു, വീട്ടിൽ കയറ്റി ഇനി വന്ന ചോറൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ഞാനിവിടെ വാർത്ത എടുക്കാൻ വേണ്ടി വന്നപ്പോൾ എന്നെയും ഇതേ സമീപനമായിരുന്നു, വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചിടാൻ പോയി. പക്ഷെ എനിക്ക് പറഞ്ഞു, നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു അമ്മയ്ക്ക് ചെറിയ ഒരു ഇതുണ്ടെന്ന്. പക്ഷെ അതിനുശേഷം ഇപ്പോഴും വളരെ ഹാപ്പിയാണോ? അമ്മ ഭയങ്കര സന്തോഷമാണ്, കാരണം മോനെയും അല്ലെ അച്ഛനെയും കൂടെ താമസിക്കുക, ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നു. നല്ല വീട് ഇഷ്ടപ്പെട്ടോ? അത് പറയില്ല, അമ്മ അത് പറയണ്ട, അമ്മയുടെ മനസ്സിലുണ്ട്. നേരത്തെ പറഞ്ഞു ഇഷ്ടപ്പെട്ടോ വീടൊക്കെ? അത് പറഞ്ഞൂടാ. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എടുത്തിട്ട് പോകും. ഓക്കെ, അമ്മ എന്താണ് ഈ ഒരു കുടുംബത്തിന്റെ സന്തോഷം? അത് ഇവർക്ക് മാത്രമല്ല, ഈ നാട്ടുകാരുടെയും ഒരു അനുഗ്രഹമായിട്ട് ഭാവിക്കണം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്ത എടുക്കാൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു കുടുംബത്തെ സഹായിക്കണം, എങ്ങനെയെങ്കിലും ഇത് നിങ്ങൾ പുറത്തെത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് വളരെ ഗൗരവത്തോടെ സംസാരിച്ചൊരു ആൻറ്റിയാണിത്. എന്ത് തോന്നുന്നു ഇപ്പോൾ? എല്ലാവർക്കും നമസ്കാരം.
ഒന്ന് പറഞ്ഞാൽ എൻ്റെ കഷ്ടത തന്നെയാണ് അവരുടെ ഒരു ദുഃഖം. എൻ്റെ അന്നത്തെ വേദന അങ്ങനെയാണ്. ഇന്ന് ഞാൻ കിടക്കുന്നത് അങ്ങനെ തന്നെ. എന്നാലും ആ കുഞ്ഞ് കിടക്കുന്ന രംഗത്തിൽ എനിക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു വേദനയായിരുന്നു. എനിക്കും കിടക്കാൻ കൂരയൊന്നുമില്ല. 2 പെൺമക്കളാണ്. ഞാൻ ഒരുപാട് കഷ്ടത അനുഭവിച്ച് നല്ല പ്രായത്തിൽ ഭർത്താവ് മരിച്ച്, അവർക്കൊക്കെ അറിയാം, തളർവാദം പിടിച്ച് കിടന്ന് 7 വർഷം കിടന്ന് മരിച്ചു പോയി. പിന്നെ ആ കുഞ്ഞുങ്ങളെ വളർത്താൻ ഞാൻ ഒരുപാട് അനുഭവിച്ച് കെട്ടിക്കൊടുത്തെങ്കിലും അവർക്ക് ഒരു നല്ല ജീവിതമല്ല. പക്ഷെ എന്നാലും ഇവരുടെ കഷ്ടപ്പാട് അമ്മയെ വിഷമിപ്പിച്ചു. ഞാൻ ഒരു 4-5 കല്ല് കെട്ടി ഒലിപ്പ് വന്നിറങ്ങുന്ന സ്ഥലത്ത് മഴ പെയ്താൽ എനിക്ക് വെളിയിൽ മുറ്റത്ത് ഇറങ്ങാൻ കഴിഞ്ഞ എല്ലാവരും മുമ്പിലും കയറി ഇറങ്ങുന്നുണ്ട്. പക്ഷെ ആരും തരാമെന്ന് പറഞ്ഞ എല്ലാ വർഷങ്ങളും ഉണ്ട്. അതിനാലിടയിൽ എനിക്ക് എൻ്റെ ഇളയ മോളെ കല്യാണം കഴിയണതിന് മുമ്പേ ഒരു 32,500 രൂപ ഞാൻ കൈപ്പറ്റിയായിരുന്നു. 75,000 രൂപ ലോൺ ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് വെക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേക്കും പച്ച ചെളിയിൽ പേസ്മെൻറ്റ് കെട്ടി താഴെ കായൽക്കരയിൽ ചുമന്ന് വരണം. നമുക്കൊന്നും റോഡൊന്നുമില്ല. ഇന്ന് എൻ്റെ മുറ്റത്തൂടി. അതെ, ഈ ഒരു വിഷയത്തിലേക്ക് അമ്മ ആ സമയത്ത് അത്രയും വിഷമത്തിനിടയിലും അവർക്ക് എങ്ങനെയെങ്കിലും നല്ലത് ലഭിക്കണമെന്ന് അമ്മ ആഗ്രഹിച്ചു. അത്രയും ഞാൻ ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ ഇപ്പോഴും ഞാൻ ടാർപ്പ കെട്ടിയിട്ടാണ് ഞാൻ കിടന്ന്, ഇതേപോലെ ഒരു ടാർപ്പയിലാണ് ഞാൻ കിടക്കുന്നതെങ്കിലും എനിക്ക് സന്തോഷമുണ്ടല്ലേ ഈ കുഞ്ഞിൻ്റെ ഈ അവസ്ഥയിലും ആ അമ്മയുടെ അവസ്ഥയിലും നമ്മളെപ്പോലെ തന്നെയല്ല വേറെ ആരെയും സഹായം ഇല്ലാത്ത ഒരു സങ്കടം. ഇപ്പോഴും വളരെയധികം സന്തോഷമാണ്. ഇന്നലെ ഞാൻ ചോദിച്ചു, അമ്മ തുളസിയോട് ചോദിച്ചു, നാളെ വീട് പാല് കാച്ചാണ്, ഞങ്ങൾക്ക് ഇറച്ചിയൊക്കെ ബിരിയാണിയൊക്കെ തരണമെന്ന് പറയുമ്പോൾ ഓട്ടിച്ചിട്ട് എന്നെന്തോക്കെ പറഞ്ഞു ഒരുപാടൊക്കെ. എങ്കിലും ഇന്ന് വന്ന് കണ്ടപ്പോൾ അവരുടെ ആ ഹൃദയത്തിൻ്റെ സന്തോഷം സഹിക്കാൻ വയ്യാത്ത ഒരു അനുഭവമാണ് ഇന്ന് ഞാൻ എൻ്റെ കണ്ണിൽ അതിൻ്റെ ചിരി. അതുപോലെ തന്നെ ഈ ആന്റി കരുണാകരൻ അപ്പച്ചന്റെ ബന്ധു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മളെ പോലെ തന്നെ അമ്മ എങ്ങനെയാണോ നമ്മളെ ഓടിച്ചത് അതിനേക്കാളൊക്കെ വളരെ ദേഷ്യപ്പെട്ടൊക്കെയാണ് ആന്റിയോട് സംസാരിച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും വളരെ സംയമനത്തോടെ കൂടെ പോയി അടുത്ത് പോയി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് കണ്ടത്. ഇപ്പൊ എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം. അവരുടെ കഷ്ടത കാണുന്നത് ഞാനാണ്. എൻ്റെ വീടിനടുത്താണ് ഉള്ളത്. ആഹാരവും ഇല്ല, ഒന്നുമില്ലാതെ കഴിഞ്ഞത്. എന്നാൽ കഴിയുന്ന സഹായം എല്ലാം അന്നും ഇന്നും എന്നും ഉണ്ടായിരിക്കും. ഇപ്പൊ വളരെ സന്തോഷം. ഇപ്പൊ വളരെ സന്തോഷം. പേടിക്കണ്ടല്ലോ, അടച്ചുറപ്പുള്ളൊരു വീടുണ്ട്. അവർക്ക് അടച്ചുറപ്പുള്ളൊരു വീട് കിട്ടി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഫാദറിനും മാഡത്തിനും വളരെയധികം നന്ദി. നല്ലൊരു വീട് വെച്ച് അവർക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു വീടാണ് അവർക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായും ഞാൻ സാറിനെയും മാഡത്തിനെയും ഒന്ന് അകത്തോട്ട് കൂടി ഞങ്ങളുടെ ക്യാമറമാനും കൂടെ കുഴപ്പമില്ല ക്ഷണിക്കുകയാണ്, ഒന്ന് അകത്തൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ. ഈ വീടൊന്ന് എങ്ങനെയാണ് ഈ വീടെന്നുള്ളത് കാണിക്കുകയാണ്. അകത്തോട്ട് വരാം. 2 റൂമുകളാണല്ലേ? 2 ബെഡ്റൂം ഉണ്ട്. ഇതൊരു ഹോളാണ്. കരുണാകരന് ഫിലോക്കാലിയ ഗ്രൂപ്പ് വച്ചു കൊടുത്ത വീടാണിത്. ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, അതിന്റെ കൂടെ ഒരു ഹോളുണ്ട്. വളരെ നല്ലൊരു സുരക്ഷിതമായിട്ട് നല്ല ഒരു സ്പേഷ്യസ് അല്ലേ ബെഡ്റൂം ഒക്കെ. ഒരു കട്ടിലിട്ടാലും ഒരു കബോർഡും സൗകര്യങ്ങളും എല്ലാം നന്നായിട്ട് ചെയ്യാം. അതെ, വളരെ സുരക്ഷിതമായിട്ട് നിൽക്കാം. അതുപോലെ വീണ്ടും ഒരു റൂമും കൂടെ ഉണ്ട്. ഇത് ടോയ്ലറ്റ്. ഇത് ടോയ്ലറ്റ് ആണ്. പിന്നെ വീണ്ടും അതുപോലെയുള്ള ഒരു ബെഡ്റൂമാണിത്. 2 ബെഡ്റൂം വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം. പിന്നെ വരുന്നത് കിച്ചണാണ്. കിച്ചൺ പാല് തിളച്ചു പോയോ? പാല് തിളച്ചു പോയി. അപ്പൊ എന്തായാലും സന്തോഷം അല്ലേ? എനിക്ക് ഫോക്കസ് ടിവിക്കാരോട് പ്രത്യേകം നന്ദി. ആ വാർത്ത കേട്ടാണ് പുറം ലോകം അറിഞ്ഞത്. അവരുടെ കാരുണ്യം കൊണ്ടാണ്. അവരുടെ കാരുണ്യമല്ല, വാർത്ത ചെയ്യേണ്ട ഞങ്ങളുടെ ജോലിയാണ്. ജോലി മര്യാദയ്ക്ക് ചെയ്തു, അത്ര. അവരുടെ ജോലി കാരണം കൊണ്ട് ഞങ്ങൾക്കൊരു വീട്. കാരുണ്യമൊക്കെ ഇവരുടെ ഭാഗത്ത്, ഞങ്ങളൊരു ജോലിക്കാരാ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു അപ്പച്ചി വന്നോ, എന്തോ പറയണോ? എന്തുവാ? എനിക്ക് ഇത്രയും വഴിയൊരുക്കി തന്നും അതിനുവേണ്ട ആഹാരങ്ങൾ തന്നും 4 പേരെ അറിയിക്കുകയും എല്ലാം ചെയ്ത ഒരു ആളാണ് സുധാ മേഡം. സുധാ മേഡമാണ്. അതെ, ഇല്ലെങ്കിൽ എനിക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ല. ഞാൻ ഇന്നും പാടുകൂടി തന്നെ ആയിരിക്കും. ഇനി ഇവരുടെ ബന്ധുക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എപ്പോഴും ഇനി കൂടെ കാണണമെന്നുള്ളതാണല്ലേ പറയുന്നത്. ഓൾറെഡി പറഞ്ഞു ഇവിടത്തേക്ക് വഴിയുള്ള കാര്യവും മറ്റു കാര്യങ്ങളും ബന്ധുക്കൾ സ്വന്തക്കാരുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന്. അവരെല്ലാം
ഒറ്റക്കെട്ടായി നിന്ന് കൂടെ ഉണ്ട്. ഓക്കെ, ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഞങ്ങൾക്കും ഒരു ചെറിയൊരു പങ്ക് ഞങ്ങൾക്കുമുണ്ട്. അതിന് വലിയൊരു സന്തോഷമുണ്ട്. എന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഈ ഒരു ഗ്രൂപ്പിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതുപോലുള്ള വാർത്തകൾ പുറത്തെത്തിക്കാൻ ഞങ്ങളും വീണ്ടും കൂടുതൽ ഉത്സാഹത്തോടെ ഉണ്ടാകും. തിരുവനന്തപുരത്ത് നിന്ന് അനീഷ് കൃഷ്ണനും ജയശങ്കറിനുമൊപ്പം മാർലി വർഗീസ്, ഫോക്കസ് ന്യൂസ് TV.